ഹലോ ഗായ്സ്, ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഡീപ്പ് ഡാർക്ക് ബയോമിലാണ് എത്തിയത്. മൈൻ ചെയ്ത് പിന്നെങ്ങനെ പോയി അങ്ങ് പോയതാ ഗായ്സ്. ഒരു ഇതുമില്ല, നേരെ അങ്ങ് പോയി. എന്തായാലും മൈൻ ചെയ്യാം നമുക്ക്. അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഗായ്സ്, ഞാനിവിടെ ഫസ്റ്റ് ടൈം ഞാൻ വന്നിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈം ഞാനിവിടേക്കൊക്കെ വന്നൊരു സ്ഥലമാണിത്. എന്തായാലും ഉള്ളോട്ടധികം നമ്മൾ പോയിക്കില്ല. അപ്പം ഉള്ളോട്ടേക്ക് അങ്ങ് പോകാൻ വിചാരിച്ചു. അവിടെ ലാവ ഇവിടെയൊക്കെ ടോർച്ച്. ഗൈസ് ഡയമണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ആദ്യത്തെ ഡയമണ്ട് നമുക്ക് കിട്ടി ഗൈസ്. ഗൈസ് അടുത്ത റെഡ് സ്റ്റോണും കൂടി കിട്ടിയിട്ട് എൻ്റെ മോനെ പൊളി എന്നെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡയമണ്ട് എടുത്ത് ഗൈസ്. ഗൈസ്, ഇവിടെ കുറേ അയൺ ഉണ്ട് കേട്ടോ. ആടെ ഇവിടെയൊക്കെ അയൺ കാണുന്നുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതെവിടെത്താ എവിടെ ഒക്കെ ഡയമണ്ട് ഷോ. ഡയമണ്ട് കിട്ടിയാലും ഡയമണ്ടിൻ്റെ ഇത് മുകളിൽ തന്നെ ആയിപ്പോയി ഗൈസ്. അയൺ ഉണ്ട്, നമുക്ക് അതും കൂടി എടുക്കാം. ഇതിൻ്റെ മുകളിലുണ്ടോ? ഇത് അതും കൂടി പൊളിക്കാം. പിന്നെ അല്ല ഇങ്ങോട്ട് പോയി. ഓ മൈ ഗാഡ്, ഗോൾഡ്. അങ്ങനെ അടുത്തത് ഗോൾഡും കൂടി നമുക്ക് കിട്ടി ഗൈസ്. ഗോൾഡ്. അമ്മേ, എന്തത് ആരത് ഗൈസ്? ഒരു ക്രീപ്പറാന്ന് തോന്നുന്നു. പൊട്ടിയുണ്ട്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. 2 ലൈഫ് പോയി. ഗോൾഡ് മൊത്തം എടുക്കാം. ഇവിടെ നിന്നാൽ പണി വാളും. വീണ്ടും ഗോൾഡ് ഗൈസ്. അതും കൂടി എടുക്കാൻ പോയിട്ട് ഗോൾഡ് കിട്ടി. അടുത്ത ഗോൾഡും കിട്ടി. അതും കൂടി എടുത്തേക്കാം. ഇതെന്താ സാധനം? നേരെ എന്തായാലും പോയി നോക്കാം. കുറച്ച് ഗോൾഡ് സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഒന്ന് പൊട്ടിച്ച് നോക്കാം, കിട്ടുമോക്കട്ടെ ഗൈസ്. ഒന്നും കിട്ടിയില്ല. ഇതിപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് ഗൈസ്. ഇങ്ങോട്ട് പോകണം. ഇവിടെ നിന്നൊരു വഴി കാണുന്നുണ്ട്, ഉള്ളോട്ട് പോയി നോക്കാം. ടോർച്ചോടെ ടോർച്ച് ഗൈസ്. ഡയമണ്ട് കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ്. നമ്മുടെ വേൾഡിൽ നിന്ന് ആദ്യമായിട്ടൊരു ഡയമണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് സന്തോഷത്തില്ല. ഒന്നേ കിട്ടിയുള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ചു 2-3 ഉണ്ടാവും അവിടെ, പക്ഷെ ഒന്നേ ഉള്ളായിരുന്നു. ഇവിടെ ഒന്നുമില്ലേ. നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് കുറച്ചുകൂടിയും താഴോട്ട് പോയി നോക്കാം. അവിടെ എവിടെയും കിട്ടിയാലോ. അയൺ. ഇവിടെ അയണൊക്കെ ഉള്ളൂ ഗൈസ്. അയൺ മാത്രമേ ഉള്ളൂ ഗൈസ് കൂടുതലായിട്ടും. ഗോൾഡും അത്യാവശ്യത്തിനുണ്ട്. ഡയമണ്ട് ആകെ ഒന്നേ കിട്ടിയുള്ളൂ ഗൈസ്. എന്തപ്പോൾ ചെയ്യുക ഗൈസ്? ഓ മൈ ഗാഡ്. നമുക്ക് അതൊക്കെ പൊട്ടിച്ചിട്ട് മുന്നോട്ട്. കാരണം ടോർച്ചിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും നമ്മൾ. ടോർച്ച് എടുക്കാം, പോവാം. ഇതാണ് നമ്മുടെ പണി. ഓക്കെ, അടിപിടിക്കാം, എടുക്കാം, പോവാം. പിടിക്കാം, എടുക്കുക, പോവാം. ഗൈസ്, എന്തായാലും ഇവിടുന്ന് പോവാം. നമുക്ക് അതും കൂടി പൊട്ടിച്ചേക്കാം. പോവാം. ഇതെന്താ സംഭവം? പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല ഗൈസ്. പൊട്ടിക്കണ്ട, ഇതുകൂടി എടുക്കാം. ടോർച്ച്. മുന്നോട്ടല്ല, നമ്മൾ താഴോട്ടൊക്കെയാണ് പോകുന്നത്. മുന്നോട്ടല്ല, താഴോട്ട്. ഗൈസ്, ഒരു സോംബിനെ കൊന്നേരം കിട്ടിയതാ കേട്ടോ ഈ വെസ്റ്റ്. ലെതറിൻ്റെ വെസ്റ്റ്. ഒരു ഹാഫ് പ്രൊട്ടക്ഷൻ, ഹാഫും ഇല്ല ഗൈസ്. ഒരു ലൈഫ് കുറവാണ്. നമ്മുടെ ഫുഡ് ഗൈസ്. ഫുഡ് എടുക്കാൻ വിട്ടുപോകുന്നു ഗൈസ്. എന്നോട് എടുത്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. വീണ്ടും ഗോൾഡ്. വീണ്ടും ഇതെന്താ സംഭവം? ഞാൻ ഇവിടെ ലൈറ്റ് വെച്ചാണല്ലോ, പിന്നെ ഇങ്ങനെ ഡാർക്കാവുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്കത് പൊട്ടിച്ചേക്കാം. ഒരു ഗോൾഡ് കൂടി കിട്ടി ഗൈസ്.
ഇതെന്താ ഇരുടായി പോണ്? ഇതെന്താ നിൽക്കണോ? ഇതൊക്കെ അടിച്ച് പൊട്ടിക്കട്ടെ. എന്ത് സംഭവം എന്തത്? ഇവരൊക്കെ ഇരുടാന്ന്. ഞാൻ ടോർച്ച് വെച്ചല്ലോ. ഒന്ന് അതിന് 6 കൂടിയേ ഉള്ളൂ. എന്താ ചെയ്യാം? ഇവിടെ ജോ ഇവിടെ ജോ എന്നിട്ടും ഇരുട് ഗൈസ്. ആ താഴോട്ട് വൈകുണ്ട്. താഴെ എന്തൊന്നും കാണുന്നില്ല. എന്താ ഇത്? എന്താ സംഭവം? ഗൈസ് വാർഡൻ വേണ്ട, അടുത്തേക്ക് വരില്ലേ? വേണ്ട 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 വേണ്ട. അയ്യോ ചത്ത് ഗൈസ്, ചത്ത്. ഗൈസ് ഇനി എന്താ ചെയ്യാന്ന് ഒരു പിടുത്തമല്ല ഗൈസ്. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വേഗം പോട്ടെ. സാധനങ്ങളെല്ലാം പോകുന്നതിന് മുമ്പ് വേഗം പോകണം ഗൈസ്. ഗൈസ് അങ്ങനെ അവിടെ എത്തി. ആ വെള്ളത്തിനടുത്ത് നേരെ താഴോട്ടേക്ക് എടുത്തങ്ങ് ചാടിയതാണ്. നേരെ വെള്ളത്തിനടുത്ത് താഴെ ചാടി. താഴെയാണ് മൊത്തം സാധനം താഴെയായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ക്ലെയിം ആയിട്ടുണ്ട്. ഞാൻ ചാടിയപ്പോഴത്തേക്ക് തന്നെ വലിയ സീനില്ല ഗൈസ്. ഇത് വീണ്ടും ഇല്ലടോ. എന്ത് സംഭവം ഗൈസ്? ഞാൻ എങ്ങോട്ടോ ഓടിയുണ്ട് ഗൈസ്, എങ്ങോട്ടോ താഴോട്ടോ എവിടേക്കോ പോയിട്ടുണ്ട് ഗൈസ്. അവിടെ ലാവിൻ്റെ അടുത്തേക്ക് പോയി. ഗോൾഡല്ലേ അത് ഗൈസ്? ഗോൾഡ്. അപ്പം നമുക്ക് നേരെയും തേർട്ടി പോകാം. ഗോൾഡ് എടുക്കാം ഗൈസ്. എങ്ങോട്ടാണ് വന്നേ? വഴി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. എങ്ങോട്ടോ ഞാൻ ഓടി, ഫുൾ ഇരുടായിരുന്നു. പിക്കാക്സ് എടുക്കും ഗൈസ്. ഇന്നൊരു ചാകര ഗോൾഡ് തന്നെയാണല്ലോ ഗൈസ്. ഗോൾഡ് ഒരു എന്താ പറയുക, നമുക്കൊരു ഡയമണ്ട് കിട്ടി. പിന്നെ റെഡ് സ്റ്റോണിൻ്റെ കുറേ അതിൻ്റെ പൗഡറും കൂടി കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്? വഴി എവിടെയായിരുന്നു ഗൈസ്? വഴി എവിടെ? പേടിയാവുന്ന ഗൈസ്. ഒക്കെ ഇങ്ങനെ കത്തുന്ന ടൈം. അതെ അവിടെ ലൈറ്റ് കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. എവിടെയല്ല ഗൈസ്, എവിടെയല്ല. ഞാൻ എവിടെ പേടിപ്പിക്കാതെടാ. നമുക്ക് നേരെ പോയി നോക്കാം. എങ്ങോട്ടാ? അങ്ങോട്ട് വഴിയില്ല. അപ്പോൾ മേലേന്ന് തന്നെ ആയിരിക്കും. എന്തായാലും ടോർച്ചൊക്കെ എടുക്കാം. മേലോട്ടേക്ക് പോവാം. എനിക്ക് തോന്നുന്നു മേലോട്ടേക്ക്. അന്നൊരു സ്റ്റെപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട് അവിടെ. നേരെ മേലോട്ട് കയറിയോ ഗൈസ്? എന്തത് പോകാത്ത? ഹൈ ടോർച്ച്. ഒരടി മുകളിലാണോ? എന്താ ചെയ്യാം? പൊട്ടിക്കുക, അതെന്നെ പണി. ഒന്നും കാണുന്നില്ലല്ലോ. ചെറിയൊരു കാഴ്ച. ഇതുകൊണ്ട് നമ്മൾ അങ്ങ് എത്തിക്കോളാം. മുകളിലോട്ട് കയറുന്നില്ലല്ലോ. ഇത് എന്തൊക്കെ പൊട്ടിക്കണം? ഇതെങ്ങനെയാണ് താഴെ എത്തിയത്? ഒരു ഓട്ടം ഞാൻ ഓടിക്കുക ഗൈസ്. ആ ലൈറ്റ് പിന്നെ കണ്ടുതരും. പിന്നെ ഒന്നും ഓർമ്മയില്ല ഗൈസ്. ഇതേതാ സ്ഥലം? ലാവ. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പക്ഷേ ഗൈസ് ബക്കറ്റ് എടുക്കേണ്ടിയായിരുന്നു. സിൽവർ വെച്ചിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതെടുക്കേണ്ടിയിരുന്നു. എന്നാൽ നമുക്ക് ഈ ലാവ അങ്ങോട്ട് ചാമ്പായിരുന്നു. റെഡ്സ്റ്റോൺ ഹൈ റെഡ്സ്റ്റോൺ. അതിനെന്താ എനിക്ക് പറയാം ഗൈസ്? റെഡ്സ്റ്റോൺ എന്നല്ല, വേറെന്തോ പേരുണ്ട്. അങ്ങനെ പറയാം, അത് മതി. നമുക്ക് പോടാം. വേഗം പോവാം. ഇതെങ്ങോട്ട് പോകുന്നത്? ഇങ്ങനെ ഇറങ്ങാം. ചാടാം. റെഡ്സ്റ്റോൺ തന്നെ ഗൈസ്. എൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മൾ റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഗോൾഡാ എൻ്റെ പള്ളി. ഇന്ന് ചാകര തന്നെ ഗൈസ്, ചാകര. ഡിങ്ക അത്യാവശ്യം നല്ലോണം ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. സെറ്റ് തന്നെ ഗൈസ്. പിന്നെ നമ്മളൊരു ബേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ബേസിൻ്റെ മുകളിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വീട് പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ആ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടുണ്ടില്ല. അപ്പോൾ ആ പൊളിച്ച
ബ്ലോക്സ് കുറച്ച് കിട്ടിയിട്ടുണ്ട്, കുറേ ഉണ്ട് ഗൈസ്. അതെടുത്ത് ഫർണറിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ നമുക്കതൊരു ബേസ് പോലെ കിട്ടുക. പിന്നെ കുറേ വുഡ് വെച്ചാൽ മുകളിൽ മൊത്തം കാടാണ്. അപ്പോൾ നേരെ കാട് പോവാം, മരം മുറിക്കാം, വുഡ് എടുത്തുകൊണ്ട് വരാം, ഉണ്ടാക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ഇതായിരിക്കും ഗൈസ്. അപ്പം അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ മൊത്തത്തിൽ തപ്പിയിട്ട് നമ്മൾ പോവും. നമുക്കിനി ഒരു ഡയമണ്ട് കൂടി വേണം. അത്രേ ഉള്ളൂ. ഇതേ വീണ്ടും ഇതൊക്കെ പൊട്ടിച്ച് എടുക്കുക. ആവശ്യം വരും. അപ്പോൾ ഗൈസ് അതുകൂടി എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് മേലോട്ട് കയറണം. അതെങ്ങനെയാണ് വഴി? ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞാലാണ് മേലോട്ടെത്തുക? ഇങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ? കൺഫ്യൂഷൻ ഗൈസ്. ഇതൊരു ഗോൾഡ് ഗൈസ്, കുറച്ച് ഗോൾഡ് ഇട്ടിട്ടാ. വേസ്റ്റായില്ല. വാടൻ്റെ അടുത്ത് നിന്ന് ചത്താലും എന്ത് വേസ്റ്റായില്ല ഗൈസ്. ഗോൾഡ് ചടപെട്ട ഗോൾഡാ. ഒക്കെ ചാമ്പിയുണ്ട്. ഇതും ഒക്കെ പൊട്ടിക്കുക. അതൊക്കെ പൊട്ടിച്ചിട്ട് കിട്ടുക. അതും പഠിച്ചിട്ടുണ്ട് ഗൈസ്. മേലോട്ട് പോകണം. അതെന്താണ് വഴി ഗൈസ്? നമുക്ക് റൗണ്ട് അടിച്ച് വന്നാലോ? ഫുള്ള് ലാഭ കേട്ടോ. സ്റ്റേറ്റ് വെച്ചിട്ട് അമ്മ ഇതെന്താ സംഭവം? പേടിപ്പിക്കാനായിട്ട് ഓരോ സംഭവം. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഗൈസ് നമ്മുടെ കാര്യം തീരും. ഇങ്ങോട്ടാ ഓടണ്ടേ? ഓ മൈ ഗാഡ്, വീണ്ടും വരുന്നു. ഇല്ല, ഉണ്ട്. എന്താ ചെയ്യുക? എങ്ങോട്ട് ഓടണം? നേരെ പോയേക്കാം. നേരെ ഓടിയേക്കാം. എൻ്റെ പള്ളി വിട്ട വണ്ടി. അയ്യോ, എങ്ങോട്ടാ പോവാ ഗായ്സ്? എടാ Run. ഒന്നും ചെയ്യാനില്ല ഗൈസ്. ചത്ത് പിടിച്ച് ചത്ത്. ഓട്. ഒന്നും കാണുന്നില്ല. കണ്ണൊന്നും കാണുന്നില്ല. ഉഷാർ. The next day later. ഗൈസ്, ഞാൻ വീണ്ടും പോയി കെട്ടിയ സാധനങ്ങളെടുത്ത് ഞാൻ വന്ന്. ജീവൻ കിട്ടിയ ഭാഗ്യം ഗൈസ്. തിരിച്ച് ഓടിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇരുടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വീട് സെറ്റപ്പ് നമുക്ക് മുകളിൽ ഉണ്ടാക്കണം. അടുത്ത വീഡിയോ അതായിരിക്കും ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡേ 3 കംപ്ലീറ്റ് ആയിട്ട്